അല്ല, ഇതില് നൂറുകണക്കിന് കേസുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP-യുടെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും, പ്രാദേശികമായി അറിയപ്പെടുന്ന BJP-യുടെ പല നേതാക്കന്മാരും ഇപ്പോ നോക്കുമ്പോൾ അവരുടെ വോട്ടുകളെല്ലാം 2024 വോട്ടർ പട്ടികയില് തൃശൂർ ലോക്സഭാ മണ്ഡലത്തില് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ നോക്കുമ്പോൾ അവരെല്ലാവരും അവരുടെ സ്വന്തം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അതീവ ഗുരുതരമായിട്ടൊരു ക്രമക്കേട് വ്യാപകമായി നടന്നു എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് ലോക്സഭയിലാണെങ്കിലും പിന്നെ അസംബ്ലിക്കാണെങ്കിലും ഈ മണ്ഡലത്തിന്റെ അതിർത്തി നിശ്ചയിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മണ്ഡലത്തിന് അതിർത്തിക്കകത്തുള്ള ആളുകളാണ്, വോട്ടർമാരാണ് ആ അതിർത്തിക്കകത്തുള്ള പ്രതിയെ തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ടാക്കുക. അല്ലാതെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് അല്ലെ പിന്നെ മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് എന്താണ് അവകാശമുള്ളത്? അങ്ങനെ അവകാശമില്ലാത്തതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ മറ്റു പല മണ്ഡലങ്ങളിലെയും BJP-ക്കാരെ ഇങ്ങോട്ടേക്ക് അനധികൃതമായി ഫോം 6 ദുരുപയോഗം ചെയ്ത് തെറ്റായിട്ടുള്ള വിവരം കൊടുത്ത് ആളുകളെ കബളിപ്പിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒത്താശയോടുകൂടി അതായത് താങ്കൾ ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോടുകൂടി എന്ന് പറയുമ്പോൾ അതിലൊട്ടും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം പല ഘട്ടങ്ങൾ കടന്ന് പരിശോധന കഴിഞ്ഞ് വരുന്ന ഒരു വോട്ടർ പട്ടികയിൽ പോലും അവിടെ ഒരു സ്ഥലത്ത് പോയി BLOമാർ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇത്തരം വ്യാജ വോട്ടർമാർ അവിടെ ഇടം പിടിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സിസ്റ്റത്തിന്റെ പിന്തുണ അതിനുണ്ട് എന്ന് കൂടി വ്യക്തമാവുകയാണ് അല്ലേ? ഓർഗനൈസായി നടക്കുന്ന വ്യക്തിയാണ്. ആ റെസിഡന്റ് BJP വ്യക്തിയാണ് ശ്രമിക്കുക. പിന്നെ വരുന്ന